പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ കർത്താവ് നൽകിയല്ലോ. ലോകരാജ്യങ്ങളിൽ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് കർത്താവിൻ്റെ വചനം കേൾക്കുന്ന എല്ലാ അഭിഷക്തന്മാർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിങ്ങൾ കേൾക്കുക മാത്രമല്ല, ഇത് അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മൾ ചിന്തിച്ചു വരുന്ന സബ്ജക്റ്റ് ആമേൻ വരം എന്ന വിഷയമാണ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ചില ദിവസങ്ങൾ പ്രഭാതത്തിൽ ചിന്തിപ്പാൻ സ്വർഗ്ഗത്തിൽ ദൈവം നമ്മെ സഹായിച്ചു. ആമേൻ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യമാണ് നമ്മൾ തുടങ്ങിയത്. അതിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ദിവസം വരെ നമ്മൾ ചിന്തിപ്പാനും ധ്യാനിപ്പാനും കഴിഞ്ഞത്. അവൻ അവരോട് ഉത്തരം പറഞ്ഞത്, സ്വർഗരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, അവർക്കോ ലഭിച്ചിട്ടില്ല. ഒരു അധ്യായത്തിൽ കൂടെ പ്രവേശിക്കാം. മത്തായി സുവിശേഷം 11-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ, സ്തോത്രം. യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, സ്തോത്രം, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. സ്തോത്രം. നോക്കിക്കേ, ദൈവം പലതും മറച്ച് ശിശുക്കൾക്ക് എന്ന് പറഞ്ഞാൽ യേശു അങ്ങനെയല്ലേ പറഞ്ഞേ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെയായി തീരുവീൻ. സ്തോത്രം. ഇതാരെ നോക്കി പറയുന്നറിയാമോ? അതിന് തൊട്ടു മുകളിൽ തന്നെ ഉണ്ട് 23-ാം വാക്യം. നീയോ കപർന്നഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ? സ്തോത്രം. നീ പാതാളം വരെ താണു പോകും. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോദോമിൽ നടന്നിരുന്നു എങ്കിൽ അത് ഇന്നേ വരെ നിലനിൽക്കുമായിരുന്നു. സ്തോത്രം. കണ്ടോ, കപർന്നഹൂമിൽ ദൈവം ചെയ്ത അത്ഭുതങ്ങൾ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കപർന്നഹൂമിൽ യേശുവിൽ കൂടെ ചെയ്ത വീര്യപ്രവർത്തികൾ തിരിച്ചറിയാൻ അവർക്ക് വരമില്ലാതായിപ്പോയി. ഇന്ന് പലരും അങ്ങനെയാ, പലതും നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്, തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ദൈവകൃപ പ്രാപിക്കാത്തത് കൊണ്ടാ. ചിലര് പ്രാപിച്ചിട്ട് അതിനെ ആമേൻ അലക്ഷ്യമാക്കി ലാഭത്തോടെ കാണാൻ ആമേൻ കഴിയുന്നത് കൊണ്ടാ പലതും തിരിച്ചറിയാൻ പറ്റാത്തത്. സ്തോത്രം. ആയിരക്കണക്കിന് ആത്മീയരെന്ന് പറയുന്നവർ അനാത്മീയന്മാരായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യേശു പറയുന്നത് ഇങ്ങനെ, നോക്കിക്കേ, നീയോ കപർന്നഹൂമേ, കണ്ടോ, നീ ഇപ്പൊ നിൽക്കുന്ന സ്വർഗത്തോളം ഉയർന്നു നിൽക്കുകയാണ്. നീ സ്വർഗത്തോളം ഉയർന്നു നിൽക്കുക. ആമേൻ. നീ പാതാളം വരെ എന്ത് ചെയ്യും? താണു പോകും. സ്തോത്രം. നിന്നിൽ നടന്ന വീര്യപ്രവർത്തികൾ സോദോമിൽ നടന്നിരുന്നു എങ്കിൽ അത് ഇന്നേ വരെ നിലനിൽക്കും. നമുക്കറിയാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നശിച്ചു പോയില്ലേ? പക്ഷെ ഈ കപർന്നഹൂമിൽ നടന്ന അതേ വീര്യപ്രവർത്തികൾ സോദോമിൽ നടന്നിരുന്നു എങ്കിൽ, യേശു തന്നെ പറയുന്ന വാക്ക കേട്ടോ, ഇത് വേറെ ആരും പറഞ്ഞതല്ല കേട്ടോ, ഇത് യേശു തന്നെ പറയുകയാ. സ്തോത്രം. എന്നെ കേൾക്കുന്ന ആമേൻ ദൈവകൃപയിൽ നിൽക്കുന്ന അഭിഷക്തന്മാരെ, ദൈവവചനത്തെ നിസ്സാരമായി കാണരുത്. ദൈവത്തിൻ്റെ ആലോചനയെ നിസ്സാരമായി കാണരുത്. ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് നിസ്സാരമായി ഏറ്റെടുക്കരുത്. അത് വേറെ അഭിഷക്തന്മാരുമായി കമ്പയർ ചെയ്യരുത്. വേറെ വ്യക്തികളുമായി ആ ദൂതനെ കമ്പയർ ചെയ്യരുത്. നിങ്ങളോട് പറയുന്ന ദൈവശബ്ദം ആമേൻ ഞാൻ ഇത് പണ്ടേ കേട്ടതാ എന്നുള്ള മനോഭാവത്തോടെ ഇരിക്കുകയാണെങ്കിൽ എത്ര നീ ഉയർന്നിരുന്നാലും
ആമേൻ, നീ താഴെ വരും. സ്തോത്രം. കണ്ടോ, ദൈവത്തെ പേടിക്ക്. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് എത്ര ശ്രേഷ്ഠനെന്നറിയാമോ? സ്തോത്രം. എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ വരാതിരുന്നുവെങ്കിൽ ആമേൻ, ഞാൻ ഇന്ന് ഈ ഭൂപരപ്പിൽ ഉണ്ടായിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളോട് പോയി അതിസംബോധന ചെയ്യത്തില്ല. എൻ്റെ യേശുപ്പച്ചൻ്റെ ജീവിതം ചെയ്ത വലിയ അത്ഭുതങ്ങളാ ഈ ഞായറാഴ്ചയും നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ദൈവകുഞ്ഞെ, ആമേൻ, നമുക്ക് ആരോടും മത്സരിക്കണ്ട. ദൈവം പറയുന്ന കേൾക്കാൻ തയ്യാറായാൽ, ഇന്ന് പകലിൽ ദൈവം ഇവിടെ പ്രവാചകന്മാരാക്കിയിട്ടുണ്ട്, ശ്രേഷ്ഠമായ പുരോഹിതന്മാരാക്കി വെച്ചിട്ടുണ്ട്, കർത്താവിൻ്റെ കാര്യസ്ഥനെ അവരുടെ മേൽ അയച്ചിട്ടുണ്ട്. അവർ നിങ്ങളോട് സംസാരിക്കുന്നത് താണ് വീണ് നമസ്കരിച്ച് ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ഈ വരുന്ന ഒരാഴ്ച നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ സന്നിധി വിട്ട് എങ്ങോട്ട് ഓടിയാലും ദൈവം അവിടെ കൊണ്ടിരുത്തും. സ്തോത്രം. എൻ്റെ കർത്താവ് ആരാ? ഹല്ലേലൂയ. താണവനെ പൊടിയിൽ നിന്ന് അവനെ ഉയർത്തി പറ. ഹല്ലേലൂയ. അവൻ്റെ നാവിൽ പുത്തൻ പാട്ട് കൊടുത്ത് അവനെ പാറമേൽ നിർത്തുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എൻ കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എൻ കാലുകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടു എനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. പുതിയൊരു പാട്ടു എനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതികൾ തന്നെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ കാലുകളെ പാറമേൽ നിർത്തുന്നൊരു ദൈവം. ഹല്ലേലൂയ. ആമേൻ. നീ ഒന്നുമല്ല എന്ന് പറഞ്ഞവരുടെ നടുവിൽ ആമേൻ അവരുടെ വാ കൊണ്ട് പറയുകയാണ്, നീ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ആമേൻ. അത് എൻ്റെ ദൈവത്തിൻ്റെ കഴിവാ കേട്ടോ, എൻ്റെ ദൈവത്തിൻ്റെ മിടുക്ക കേട്ടോ, എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം കേട്ടോ അതൊക്കെ. ഹല്ലേലൂയ. കർത്താവ് കഴിവില്ലാത്തവനല്ല. അത് വ്യക്തമായി യെശയ്യാവ് പറയുന്നു. രക്ഷിപ്പാൻ കഴിയാത്തവണ്ണം അവൻ്റെ കരം കുറുകിപ്പോയിട്ടില്ലപ്പാ. കണ്ടോ, നീ പറയുന്നത് കേൾക്കാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല. ശ്രദ്ധിക്കണം. വീട്ടിലിരുന്ന് ദൈവദാസന്മാരെ പറ്റി, ദൈവമക്കളെപ്പറ്റി കുറ്റം പറയുന്നത് ആര് കേട്ടു? ദൈവം കേട്ടു. ദൈവസഭയെപ്പറ്റി കുറ്റം പറയുന്നത് ആര് കേട്ടു? ദൈവം കേട്ടു. നിങ്ങൾ പറഞ്ഞത് ആമേൻ, നിങ്ങൾ ആരെക്കുറിച്ചാ പറയുന്നത്? അവർ കേട്ടില്ല. പക്ഷെ കേൾക്കുന്നത് ആരെന്നറിയാമോ? ദൈവവും. പിന്നെ ആരാ അടുത്ത്? പിശാച്. സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞവന് വാഴ്ത്തത്വം വരുമ്പോൾ പറയും പിശാച്, വേണ്ട 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 വേണ്ട, ഇന്ന ദിവസം ആമേൻ അവൻ ഇന്നവനെ കുറിച്ച്, നിന്നെ ആരാധിക്കുന്ന ഇന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇതാ കേട്ടോ. തെളിവ് സഹിതം കേൾപ്പിച്ചു കൊടുത്തു. നമ്മൾ വിചാരിക്കുന്നത് ദൈവമൊന്നും അറിയുന്നില്ല എന്ന. ഇല്ല ദൈവവൈതലെ, ദൈവം സകലതും അറിയുന്നു. സകലതും അറിയുന്ന എൻ്റെ കർത്താവ് ഇന്ന് പകലിൽ ഷുഡബനരകതുനി നിങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ദൈവം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദൈവം ചെയ്യുന്നതാണ്, അത് മനുഷ്യനല്ല കേട്ടോ. എന്നാൽ 24-ാം വാക്യം പറയുന്നു, എന്നാൽ ന്യായവിധി ദിവസത്തിൽ പ്രൈസ് ദി ലോർഡ് ആമേൻ നിന്നേക്കാൾ സോദോമിനോട് ആമേൻ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇന്ന് പകലിൽ ന്യായവിധി ദിവസത്തിൽ നോക്കിക്കേ, കഫർന്നഹൂമേ നിനക്കൊരു ന്യായവിധിയുണ്ട്. കഫർന്നഹൂമേ നിന്റെ ജീവിതത്തിൽ ഒരു വിധി പുറപ്പാടുണ്ട്. ആ സമയത്ത് സ്തോത്രം ഹല്ലേലൂയ
ആമേൻ, സഹിക്കാത്ത വിധം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിനക്ക് താങ്ങാൻ കഴിയത്തില്ല. എൻ്റെ ന്യായവിസ്താര ദിവസത്തിൽ നിനക്ക് താങ്ങുന്നതിനും അപ്പുറമായിരിക്കും, താങ്ങാൻ കഴിയാത്ത വിധമായിരിക്കും. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞു, പിതാവേ, സ്വർഗത്തിലും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും. ഹല്ലേലൂയ. അപ്പോ ദൈവം ചിലതങ്ങ് മറച്ചു വയ്ക്കും. ദൈവത്തിൻ്റെ ഇടപെടൽ അതിശക്തമാണ്. നിന്റെ താഴ്ച എന്ന് പറയുന്നത് ആ ദൈവസന്നിധി വന്നതല്ല കേട്ടോ. സ്തോത്രം. കർത്താവിൻ്റെ വചനം എന്താ പറയുന്നത്? എന്താ സങ്കീർത്തനം പറയുന്നത്? ആമേൻ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറഞ്ഞത്, സങ്കീർത്തനങ്ങൾ വിളിച്ചു പറയുന്നത് എന്താണെന്നറിയാമോ? ആമേൻ, എൻ്റെ താഴ്ചയിൽ നമ്മെ ഓർത്തവന് അവൻ്റെ ദയ എന്നേക്കും ഉള്ളത്. അപ്പൊ താഴ്ച ദൈവം ആഗ്രഹിക്കുന്നതല്ല. ദൈവം ആഗ്രഹിക്കുന്നതല്ല താഴ്ച. സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ കണ്ടോ? അപ്പോ ദൈവം, യേശു കർത്താവ് പറഞ്ഞു, നിന്നിൽ ഞാൻ ചെയ്ത പ്രവൃത്തികൾ, ആമേൻ, സോദോമിലും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ ആ പട്ടണം രക്ഷപ്പെട്ടു പോയേനെ. 20-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ഭയങ്കര ദൂതുകളാണ് അവിടെ വായിക്കുന്നത്. ആമേൻ, സ്തോത്രം. വലിയ അത്ഭുതങ്ങളാണ് ദൈവം അവിടെ ചെയ്യുന്നത്. നോയിക്കേ, ഇവിടെ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയുടെ നടുവിൽ ദൈവത്തിൻ്റെ വലിയ മഹത്വം വെളിപ്പെട്ടതുപോലെ ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. താഴേണ്ട ഭാഗം താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മൾ വായിച്ച കുറിവാക്യം ഇതാണ്, 25-ാമത്തെ വാക്യം. ആ സമയത്ത് തന്നെ യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. കർത്താവ് നിങ്ങളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ദൈവം ഹൃദയങ്ങളെ അറിഞ്ഞ് ഇന്ന് പകൽക്കാലം ഇടപെടുമാറാകണമേ. അത്ഭുതങ്ങളെ ചെയ്യണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി. യേശുവിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.